ഇന്ന് നമ്മൾ അച്ഛൻ്റെ ഒരു പാഴ്സൽ അൺബോക്സ് ചെയ്യുകയാണ്. അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കിട്ടിയത് ഒരു നീല തുണി കിട്ടി, ഒരു കുഞ്ഞു തുണി. അതെന്താണെന്ന് നോക്കിയപ്പോൾ അത് എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. ചിലപ്പം എന്തെങ്കിലും തുടയ്ക്കാനായിരിക്കും. അതിന്റെ കൂടെ എന്തോ ഒരു കമ്പ് പോലത്തെ ഒരു സാധനം കൂടെ കിട്ടുന്നുണ്ട്. നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്തത് എന്താണെന്ന് നോക്കാം. അങ്ങനെ ഞാൻ അടുത്തത് നോക്കുന്ന സമയത്ത് ഷടാ, ഒരു കുന്തം. അയ്യോ, ഇതിനറ്റത്താണെങ്കിൽ ഒരു സാധനമൊക്കെ ഉണ്ട്. അത് ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ കാറ്റ് വരുന്നുണ്ട്. വലിച്ചൂരി നോക്കട്ടെ. വലിച്ചൂരിപ്പോ ഇതാണോ? എത്ര വലിച്ചൂരിട്ടും പറ്റുന്നില്ല ഇത് വലിച്ചൂര്. അയ്യോ, അച്ഛൻ വഴക്കോ അങ്ങനെ. ആഹാ. അപ്പം ഞാന് ഇത് പരിചയപ്പെടുത്തുകയാണ്. അതൊരു കാത്തിരിക്കുന്ന സാധനമാണ്. അത് രണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് അടുത്ത സാധനം നോക്കി. എടാ, ഇതാണെടാ ഒരു സൂപ്പർ സാധനം കിട്ടിയേക്കുന്നു. അയ്യോ, ഒരു പേപ്പറായതോ. എന്തൊരു എടുത്താലേ നമ്മളിങ്ങനെ കായലൊക്കെ ചുറ്റി കാണിക്കാവേ. ഇതിങ്ങനെ കായലൊക്കെ ചുറ്റാം. ചുമ്മാ ഉമ്മരെ പറ്റിക്കാൻ വേണ്ടി കയറ്റി വെച്ചിരിക്കുന്ന സാധനമാണ്. പക്ഷേടാ, അടുത്ത എന്താന്ന് നോക്കാൻ നേരത്താ ഇതിനകത്തൊരു ചെറിയ ഉണ്ടായിരുന്നു. ഉമ്മ എന്നെ പറ്റിച്ച് സൂക്ഷ്മമായി പരിശോധിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. ഇത് ഏന്റെ ഒരു സ്പെയർ കുപ്പി, ഒരു സ്പ്രേ കുപ്പി. ചെവിക്കകത്തിരുന്ന ബഡ്സ്. എന്റെ ചെവി നല്ല വൃത്തിയായതുകൊണ്ട് ഞാൻ ഈ ചെവിക്കകത്ത് എഴുതുന്നില്ലേ. ആ ഉമ്മ ഇങ്ങനെ ഇത് കൊടുത്തു വിടുവോ? ഇത് കുറവൊന്നുണ്ട് കേട്ടോ. ഇതിന്റെ പുറക്കത്ത് വേണേ. അമ്മ ഇത് നല്ല സാധനം തോന്നുന്നത് അമ്മ വേണം എടുത്തു കേട്ടോ. ഇനിയും നോക്കുന്നത് അതിനകത്തുള്ളത് എന്തോ ഒരു ബ്രഷാണ്. ഇത് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ബാക്കി ഒന്നുമില്ല. ഇത്രയുള്ള ഈ സാധനങ്ങൾ. എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടത്. അച്ഛൻ അത് വായി വെച്ചടിക്കുന്നത്. നല്ല രസം. സൂപ്പർ സാധനമാണേ. അവന്മാർ ഈ വലിയ കവർ വന്നിട്ട് എന്നെ പറ്റിച്ചു. അവന്മാരെ ഞാൻ ഇങ്ങനെ എന്റെ കയ്യിലുള്ള കത്തി എടുത്ത് കുത്തി 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 ഞാൻ കൊല്ലും ഞാൻ അവന്മാരെ. അമ്മ അതിനെ പറ്റിയില്ല എന്നെ പറ്റിച്ചത്. ഇനി മേലെ അതിനുള്ള അൺബോക്സിംഗ് ആയിട്ട് എന്റെ അടുത്ത് വന്നേക്ക് കേട്ടല്ലോ.